കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പൊ രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അത്രയും വിചാരിച്ചാൽ മതി. അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ. ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ്. ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന കരുതണ്ട. അയാൾ പറഞ്ഞൊക്കെ നേരാണോ? അയ്യേ, പന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും. അമേരിക്കയിൽ പോലും ഇത് വാർത്തയാവും. ഞാൻ പറയാണ്. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ അതിൽ ലക്ഷ്യം എന്താണ്? അവർക്ക് അറിയുന്ന ഒരു കാര്യം അവർ പറഞ്ഞതല്ലേ, ഫയലൊക്കെ പോലെ. എങ്ങനെ റിനിക്കറിയാം ബാക്കിയുള്ള പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു? അഭിലാഷം ഒരു വാർത്ത ഉണ്ടോ? വേറൊരു പെൺകുട്ടിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അയച്ചത് അഭിലാഷം കണ്ടോ? പറഞ്ഞവനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷെ കൊട്ടാരക്കര പറഞ്ഞവനോട് ഞാൻ ചെറിയൊരു യോജിപ്പ് പറയും. എന്ത് യോജിപ്പ്? 5-6 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അഭിലാഷെ, വേറെ ഒരാൾക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് എന്നോട് പല പെൺകുട്ടികൾ പറഞ്ഞതാണ്. താങ്കൾ എന്റെ അടുത്ത് ആക്രോശിക്കുന്ന കാര്യം ചില പെൺകുട്ടികൾ എനിക്ക് പേഴ്സണലി അല്ല ഞാൻ പറയുന്നത്, അറിഞ്ഞ വിവരമാണ്. പല പിന്നെ പോത്തിനെത്തക്കെന്ന് പറഞ്ഞ കോപ്പല്ലേ ഉണ്ട്. അവര് പരാതി കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ്. അവർക്കറിയുന്ന കാര്യമല്ലേ അവർ പറയുന്നത്. അഭിലാഷെ, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുകയാണ്. അവർക്കറിയുന്ന കാര്യമല്ലേ രാഹുൽ ഈശ്വർ അവർ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചോ എന്ന് അഭിലാഷ് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ഞാൻ എങ്ങനെ അറിയും? പിന്നെ നീ കയറിയേക്കോ? ഞാൻ അയക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ജോർജ് പറഞ്ഞതാണ്. എങ്ങനെ അറിഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, 5-6 വർഷം മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ള ബന്ധങ്ങളുള്ള ആളാണ്. വാർത്ത കണ്ടല്ലോ ആളുകൾ അഭിപ്രായം പറയേണ്ടത്. വാർത്തയല്ല, നേരിട്ടുള്ള വിവരമായിരിക്കും, നേരിട്ടുള്ള അറിവായിരിക്കും പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നിമിഷം ശ്രദ്ധിക്കൂ, നേരിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? റിനി പറഞ്ഞ പച്ചക്കള്ളം ലൈവ് ടിവിയിൽ പൊളിഞ്ഞു വീണു. വേറൊരു സ്ത്രീക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞ് വേണോന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ഞാൻ അഭിലാഷിനോട് ചോദിച്ചു, അഭിലാഷ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അഭിലാഷ് ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ചതി, കളവ്, വഞ്ചന, തെമ്മാടിത്തം ഇതൊന്നും കുഞ്ഞുട്ടന്റെ കയ്യിലില്ല. നേരെ വാ, നേരെ പോ. റിനി പറഞ്ഞത് വാർത്ത വന്നല്ലേ? അഭിലാഷ് വാർത്ത ഫോളോ ചെയ്യൂലേ? മാതൃഭൂമി വാർത്ത ഫോളോ ചെയ്യൂലേ? റിപ്പോർട്ടറിലും വന്നിരിക്കുന്ന വേറൊരു പെൺകുട്ടി ഉണ്ട്. ലൈംഗിക പിന്നെ ഇത്തരത്തിൽ മെസ്സേജുകൾ പെൺകുട്ടികൾ വേറെ ഉണ്ട് എന്നുള്ള വിവരം. നീ ആരടാ? കിരീടമില്ലാത്ത രാജാവ്. രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല. എന്റെ അസീസ് നീ ആള് കൊള്ളാലോടാ. മറ്റൊരു പെൺകുട്ടിക്ക് കുഞ്ഞ് വേണമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മെസ്സേജ് അയച്ചു എന്നൊരു വാർത്ത ഈ നിമിഷം വരെ മറ്റൊരു ചാനൽ പരസ്യമായി റിനിയോട് മാപ്പ് പറയാം. ഏത് ചാനലിലാണ് വന്നത്? വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. ഏത് വാർത്തയാണ്? ചാനലിൽ വാർത്ത വന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. റിനി പറഞ്ഞത് റിനിയുടെ ബോധ്യമായിരിക്കുമെന്നാണ് ഞാൻ വേറെ ലൈംഗിക ബന്ധങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ നിന്നെ പോലെയല്ല, ഉണ്ട ചോറിന് നന്ദി കാണിക്കും. ആ നന്ദി കാണിച്ചാ ഞാൻ അടങ്ങും. ചോദ്യം, ഒരൊറ്റ ചോദ്യം. റിനി വേറെ ഒരു പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ച വാർത്ത ഏതെങ്കിലും ചാനലിൽ വന്നിട്ടുണ്ടോ? ശരി, എവിടെ? ശരി, റിനി എന്തൊക്കെയാണ് റിനി പറഞ്ഞത്? റിനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. റിനിയുടെ ബോധ്യമായിരിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. പ്ലീസ് ആ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തു ഞാൻ സംസാരിക്കാം. അല്ലാതെ എനിക്ക് സംസാരിക്കാൻ രാഹുൽ മിണ്ടായിരിക്കണം. റിനി പറയട്ടെ. റിനി പറയൂ. റിനിയാണ് പറയുന്നത്. റിനി പറയുന്നതേ കേൾക്കൂ ആളുകൾ. ഞാൻ പറയുന്നത് ഈ സ്ത്രീയുമായിട്ട് മാത്രമല്ല, ഒരുപാട് സ്ത്രീകളായിട്ട് വേറെയും സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു പെൺകുട്ടി 24 ചാനലിലും റിപ്പോർട്ടർ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോ എത്ര പെൺകുട്ടികളോടാണ് ഇയാൾക്ക് പ്രണയം തോന്നിയത് എന്ന് ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പിന്നെ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് കുഞ്ഞ് വേണം എന്ന തരത്തിലുള്ള മെസ്സേജുകൾ വേറെയും സ്ത്രീകൾക്ക് അയച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞുള്ള അറിവുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ആരും അയച്ചിട്ടില്ല. വാഴയാകുമ്പോ ഒരു പ്രാവശ്യമല്ലേ കുരക്കുള്ളൂ,
ഇതാകുമ്പോ പിന്നെ ഇടക്കിടക്ക് ഒന്നുമില്ല. നിങ്ങളായിട്ട് റിമി പറഞ്ഞ തർക്കിക്കാൻ കാര്യം എനിക്ക് വളരെ ഇഷ്ടമില്ല. വ്യക്തമായി അത്തരത്തിലുള്ള കേൾക്കുന്ന മെസ്സേജ് ആളുകൾക്ക് അതേപോലെ വ്യക്തമാണല്ലോ. മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് 24 റിപ്പോർട്ടറിലെ വോയിസിൽ വന്നൊരു കുട്ടിയുടെ തന്നെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഫൈൻ, 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 ഫൈൻ. വെറുതെ തർക്കിച്ച് വായിലെ വെള്ളം വച്ചിക്കണ്ട. കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടല്ലോ. കാര്യങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ട്. ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നാളെ മടങ്ങി വരാം ഇതേ സമയം. ഗുഡ് ബൈ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഈ സ്വസ്ഥമായിട്ട് വണ്ടി ചെയ്തോട്ടി പോട്ടെ.